ഞാൻ മറ്റൊരു ദിവസം എടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ എടുക്കേണ്ടതാണ്. നമ്മൾ പെട്രോളിൻ്റെ വിലയേക്കാളും വേഗത്തിലാണ് ഹോസ്പിറ്റൽ ബില്ലുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകളുടെ ചിലവുകളും അതിനനുസരിച്ച് കൂടി വരികയാണ്. പലപ്പോഴും ആൾക്കാർ ഇൻഷൂർ എടുക്കുമ്പം നമുക്ക് ഇൻഷുറിൻ്റെ ക്ലെയിം വരുന്നൊരു സാഹചര്യത്തിൽ അറിയാം അതിൽ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ തന്നെ പഠിത്ത് ഇൻഷൂർ എടുത്തപ്പോൾ അതിലെനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ, അതിന് വരുന്ന അക്സസറീസിൻ്റെ ചിലവുകൾ, അതൊന്നും ആ പോളിസിയിൽ ഇൻവോൾവ്ഡ് അല്ലായിരുന്നു. ഞാൻ ഫുൾ കവറേജ് എന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എൻ്റെ EMI കുറക്കാൻ വേണ്ടിയിട്ട് എന്നെ ചേർത്തിയ ആൾ അത് കുറച്ചിരുന്നു. സംഗതി ശരിയാണ്. അപ്പം കുറച്ച് EMI മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറച്ച് കിട്ടിയെങ്കിലും അതുപോലൊരു ട്രാപ്പ് അതിലുണ്ടായിരുന്നു. അതുപോലുള്ള ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. അപ്പോൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ്